Assalamu alaikum warahmatullahi wabarakatuh. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസമാണ്. എ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഈ ഒരു ദിവസം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഞാൻ. നാളേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തലേന്ന് തന്നെ ചെയ്തു വെക്കാറുണ്ട്. ഡെയിലി ഡീടോക്സിഫൈങ് വാട്ടർ കുടിക്കാറുണ്ട് ഞാൻ. ഇതിനു വേണ്ടി പുതിന ഇല, കുക്കുംബർ, ലെമൺ, ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തത് ഇവയാണ്. ഇതിനെല്ലാം ഒരു ജഗ്ഗിലോട്ട് എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് വെക്കണം. നാളേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണിത്. ഈ ശശി ബട്ടർ ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. നമുക്ക് ഇഞ്ചിയെ ഒരു ജഗ്ഗിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇടാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിനെ ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറ്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു ദിവസം മുഴുവനായി ഇത് തീരുന്നത് വരെ ഈ വെള്ളമാണ് കുടിക്കുക. ഇതിന് കൂടെ തന്നെ കുക്കുംബർ എല്ലാം കഴിക്കും. ഇനി അടുത്ത പ്രിപ്പറേഷൻസ് ചെയ്യാം. മോർണിംഗില് 1 മുതൽ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാ കുക്കിങ്ങും തീർക്കാറുണ്ട് ഞാൻ. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തലേന്ന് തന്നെ ചെയ്തു വെക്കും. നാളെ ഉച്ചയ്ക്ക് വേണ്ടി മത്തൻ കറി, വാഴയ്ക്ക തോരൻ, ഫിഷ് ഫ്രൈ ഇവയാണ് ഉണ്ടാക്കുന്നത്. വാഴയ്ക്ക തോരന് വേണ്ടി വാഴയ്ക്ക ഞാൻ മുറിച്ചു വെക്കുകയാണ്. വാഴയ്ക്കയിലോട്ട് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചു വെക്കണം. ബ്ലാക്ക് കളർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി മത്തൻ കറിക്ക് വേണ്ടിയുള്ള മത്തനെ മുറിച്ചു വെക്കണം. വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കുന്ന ഒരു മത്തൻ കറിയാണിത്. മത്തൻ കറിയുടെ വീഡിയോയും വാഴയ്ക്കാത്തോരന്റെ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തൊലി വേണമെങ്കിൽ എടുത്തു കളയാം. ഇത് അധികം ഹാർഡൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു കളയുന്നില്ല. ഈ മത്തന്റെ തൊലിയോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും. മുറിച്ചു വെച്ച വാഴയ്ക്കയും മത്തനെയും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും കടലക്കറിയുമാണ് തയ്യാറാക്കുന്നത്. കടലക്കറിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇത്. ഇതിനെ കൂടെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇതിനെയും ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഈ വേസ്റ്റിനെ എല്ലാം നമുക്ക് വേസ്റ്റ് ബിന്നിലോട്ട് മാറ്റാം. ഇത് തേങ്ങയാണ്. ഞാൻ ഗ്രേറ്റ് ചെയ്ത തേങ്ങ വാങ്ങിക്കാറില്ല, മുഴുവനായിട്ടുള്ള തേങ്ങയാണ് വാങ്ങിക്കാറ്. ആവശ്യാനുസരണം തേങ്ങയെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. മത്തൻ കറിയിലോട്ടുള്ള തേങ്ങയെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. കടലക്കറി തേങ്ങ ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. രാവിലെ എടുത്താണ് അരച്ചെടുക്കുന്നത്. അടുത്തതായി കടലയെ കൂടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി മീനിനെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ തയ്യാറാക്കുന്നത് ചെട്ടിനാട് മീൻ വറുവലാണ്. ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. മസാല റെഡിയാക്കിയതിനു ശേഷം നമുക്ക് മീനിനെ മാരിനേറ്റ് ചെയ്യാം. ചെട്ടിനാട് മീൻ വറുവാലിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ 1 മണിക്കൂർ വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. നമ്മുടെ പകുതിയിലധികം ജോലികളും തീർന്നു. ഇനി രാവിലെ കുക്കിംഗ് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും 7:30 ആകുമ്പോഴേക്കും റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. അലാം സെറ്റ് ചെയ്ത് വെക്കാം. രാവിലത്തെ മോർണിംഗ് റൂട്ടീൻസിനും പ്രയറിനും ശേഷം കിച്ചണിലോട്ട് വരും. ലഞ്ചിലോട്ടുള്ള ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. ലഞ്ചിന് വേണ്ടി ആദ്യം ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. വൈറ്റ് റൈസ് ആണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഈസിയായി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. മട്ട അരി കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം. മട്ട അരി കൊണ്ട് പ്രഷർ കുക്കറിൽ ഈസിയായി ചോറുണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇലക്ട്രിക് കുക്കറിലാണ് ചോറുണ്ടാക്കുന്നത്. ചോറ് റെഡിയായതിനു ശേഷം കടലയെ വേവിച്ചെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഇലക്ട്രിക് കുക്കറിൽ തന്നെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ മത്തൻ കറിയും വാഴയ്ക്ക തോരനും എല്ലാം റെഡിയാക്കി വെക്കാം.
വാഴയ്ക്കാത്തോരനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതിനെ ലഞ്ച് ബോക്സിലോട്ട് പാക്ക് ചെയ്യാനുള്ളതാണ്. ഹസ്ബൻഡ് ലഞ്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ലഞ്ച് റെഡിയാക്കുന്നത്. അടുത്തതായി ഞാൻ കടലയെ വേവിക്കാൻ കൂടി വെക്കുകയാണ്. കടല വെന്ത് വരട്ടെ. മത്തൻ കറിയിലോട്ട് നമുക്ക് വറവ് തയ്യാറാക്കി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. മത്തൻ കറി റെഡിയായി. ഇത് വാഴയ്ക്ക തോരനാണ്. പൊണ്ണൻകായ ഉപയോഗിച്ചുള്ള വാഴയ്ക്ക തോരനാണ് ഇത്. നമ്മുടെ മീൻ വറുവാലും റെഡി ആയിട്ടുണ്ട്. ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് ലഞ്ച് ബോക്സിലോട്ട് മാറ്റിയാണ്. ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ചോറിലോട്ടുള്ള കറി ഉണ്ടാക്കാറുള്ളൂ. ചൂടാറിയ ഉടൻ തന്നെ നാളേക്കുള്ള കറിയെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യാറ്. അടുത്തതായി പുട്ടിന് വേണ്ടിയുള്ള പൊടി വറുത്തെടുക്കുകയാണ്. പൊടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കാം. പുട്ടിന്റെ കൂടെ തന്നെ കടലക്കറി റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങ ചേർക്കാത്ത നല്ല കട്ടിയുള്ള കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ബീഫ് കറിയുടെ എല്ലാം ടേസ്റ്റാണ്. ഈ പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടും കടലക്കറിയും റെഡിയാകുന്നതിന്റെ കൂടെ തന്നെ ലഞ്ചും പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലഞ്ച് കാരിയറിലോട്ട് ലഞ്ച് എടുത്തു വെക്കാം. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ആപ്പിളാണ്. 10:30-11 മണിക്ക് സ്നാക്കായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്. ഇതിനെ സ്ലൈസ് ചെയ്തതിനു ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് എടുത്ത് ഓഫീസിലോട്ട് കൊടുത്തുവിടാൻ വേണ്ടിയാണ്. ലഞ്ചിന്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് കടലക്കറി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഞ്ചിന് ഉണ്ടാക്കുന്ന കറി പോലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കറി ഞാൻ 2 ദിവസത്തേക്കുള്ളതാണ് ഉണ്ടാക്കാറ്. അതായത് 2 നേരത്തേക്കുള്ളത്. അടുത്ത നേരത്തേക്കുള്ളതിന് ചൂടാറിയ ഉടൻ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യാറ്. പുട്ടിനെയും കടലക്കറിയും ഡൈനിങ് ടേബിളിലോട്ട് എടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ബ്ലാക്ക് ടീ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്ലാക്ക് ടീ ആണ് ഇത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് റിലാക്സേഷൻ ആണ്. ഈ റിലാക്സേഷൻ ടൈമിലാണ് വീഡിയോ അപ്ലോഡിങ്ങും കമന്റ്സിനുള്ള മറുപടി എല്ലാം കൊടുക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇനി കുറച്ച് ഡെയിലി റൊട്ടീൻസ് ഉണ്ട്. ക്ലീനിങ്, അതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ളത് വാഷ് ചെയ്തെടുക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഹാൻഡ് വാഷ് ചെയ്യാണ് ചെയ്യാറ്. അല്ലാത്തത് മെഷീൻ വാഷാണ് ചെയ്യാറ്. അത് ഞാൻ ഡ്രസ്സെല്ലാം മെഷീനിൽ ഇട്ടതിന് ശേഷം വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയെങ്കിൽ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴേക്കിനും ഡ്രസ്സ് റെഡി ആയിട്ടുണ്ടാകും. വേസ്റ്റ് ബിന്നിനെ ആദ്യം ക്ലിയർ ചെയ്യാം. ബിന്നിൽ ഞാൻ പുതിയ കവർ വിരിച്ചു വെക്കുകയാണ്. ഇനി കുക്കിംഗ് നൈറ്റിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഫുഡ് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വേസ്റ്റ് ബിന്ന് യൂസ് ചെയ്യുമ്പോൾ കവറുള്ള വേസ്റ്റ് ബിൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കിയതിന്റെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം. ബെഡെല്ലാം നന്നായി വൃത്തിയാക്കി വെക്കാം. ഞാൻ ഡെയിലി ഒന്നും ബെഡ്ഷീറ്റ് മാറ്റാറില്ല. 2-3 ദിവസം കൂടുമ്പോഴേ മാറ്റാറുള്ളൂ. ഇനി ഫ്ലോർ ഒന്ന് ബ്രഷ് ചെയ്തതിനു ശേഷം മോപ്പ് ചെയ്യുകയും ചെയ്യാം. ഡെയിലി ബ്രഷിങ്ങും മോപ്പിങ്ങും ഉണ്ടെങ്കിൽ ഒരുപാട് ടൈമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. അല്ലെങ്കിൽ ചളിയെല്ലാം ഉണ്ടാവും. വാഷിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയാണ്. കുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചാനൽ വർക്കുകളാണ് ചെയ്യാറ്. എഡിറ്റിംഗ്, അതുപോലെ തന്നെ വീഡിയോയുടെ കമന്റ്സിനെല്ലാം മറുപടി കൊടുക്കാറുണ്ട്. അതെല്ലാം ഈ സമയത്താണ് ചെയ്യാറ്.
ബ്രഞ്ച് എന്നൊരു റൊട്ടീൻ എനിക്കില്ല. ചില സമയങ്ങളിൽ പാൽ കുടിക്കാറുണ്ട്. ഉച്ചയ്ക്കുള്ള പ്രയറിന് ശേഷം ലഞ്ചാണ്. ഞാൻ ലഞ്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ലഞ്ചിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഴയ്ക്ക തോരൻ, മത്തൻ കറി, ചെട്ടിനാട് മീൻ വറുവൽ ഇവയാണ്. ലഞ്ചിന് ശേഷമുള്ള ക്ലീനിങ്ങും കൂടെ തീർക്കാം. രാവിലെ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം മടക്കി ഷെൽഫിലോട്ട് വെക്കണം. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്, ചില ദിവസങ്ങളിൽ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കാറുണ്ട്. ഈവനിങ് റൊട്ടീനുകളിൽ ഒന്നാണ് ഇത്. എനിക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആദ്യം യുഎയിൽ നല്ലൊരു കിച്ചൺ ഗാർഡൻ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വളരെ ചെറുതായിട്ടുള്ള ഒരു ഗാർഡനാണ്. ടൈം പാസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണിത്. കുറച്ച് അലോവേറയും അതുപോലെ തന്നെ പനിക്കൂർക്ക, പിന്നെ തോരനെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി പയറ് മുളപ്പിച്ചെടുക്കാറുണ്ട് ഞാൻ. അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ ഗാർഡനിൽ. എല്ലാ ഈവനിങ്ങിലും ഞാൻ ഇതിനെ നനച്ചു കൊടുക്കാറുണ്ട്. ഒന്നോ രണ്ടോ ഉള്ളിയും മുളപ്പിച്ച് വെക്കാറുണ്ട് എപ്പോഴും. നമുക്ക് സവാളയ്ക്ക് പകരമായും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയന് പകരമായും എല്ലാം ഇത് ഉപയോഗിക്കാം. വേസ്റ്റ് ആയി കിട്ടുന്ന പാലിന്റെയും വെള്ളത്തിന്റെയും എല്ലാം ബോട്ടിലാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ണിലൊന്നുമല്ല ഇതെല്ലാം നട്ടിട്ടുള്ളത്, മണലിലാണ്. കിച്ചൺ വേസ്റ്റ് മിക്സിയിലിട്ട് നന്നായി അരച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ ഈവനിങ്ങിലും ഇതിന് നനച്ചു കൊടുക്കാറുണ്ട്. ഇത് ടീ ടൈമാണ്. എനിക്ക് സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു ശീലമില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു ചായ കുടിക്കാറുണ്ട്. അതും കൂടുതൽ പാല് ചേർത്തോ അല്ലെങ്കിൽ പാല് മാത്രം ചേർത്തുണ്ടാക്കുന്ന ചായയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായയാണിത്. ഇത് ബിസ്ക്കറ്റ് ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കാണ്. ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെല്ലാം കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ ഉണ്ട്, അതിന്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ചിലപ്പോൾ ചായ മാത്രമേ കഴിക്കാറുള്ളൂ. സ്നാക്സ് ഉണ്ടെങ്കിൽ സ്നാക്സും ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം ഇങ്ങനെ ചായയും സ്നാക്സും ശീലമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ശശി വാട്ടറാണ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറ്. ഫ്രീ ടൈമിൽ ചാനൽ വർക്ക്സ് തന്നെയാണ് ചെയ്യാറ്. ഞാൻ പറയാൻ വിട്ട കാര്യം, ഇപ്പോൾ ഞാൻ കീറ്റോ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഡയറ്റിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണിത്. ഒരു 20 kg വെയിറ്റ് കുറക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡയറ്റിലോട്ട് തിരിച്ചു പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ കൺട്രോൾ ആയിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഇത്ര ഐറ്റംസ് കാണുന്നെങ്കിലും ഇത്രയൊന്നും കഴിക്കാറില്ല. ഇതിന്റെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യാറുണ്ട്. അധികവും ഈവനിങ്ങിലാണ് എക്സസൈസ് ചെയ്യാറ്. ബ്രിസ്ക് വാക്കാണ് പ്രിഫർ ചെയ്യാറ്. ആഴ്ചയിൽ 5 പ്രാവശ്യമെങ്കിലും വാക്കിങ്ങിന് പോകാറുണ്ട്. വാക്കിങ്ങിൽ പോകുന്ന ദിവസം കഴിവതും ഇങ്ങനെ ചായയും സ്നാക്സും ഒന്നും കഴിക്കാറില്ല. പ്രീ എക്സസൈസ് സ്നാക്ക് എടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ചെറിയൊരു പീസ് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും പോകുന്നതിന്റെ 15 മിനിറ്റ് മുൻപ് കഴിക്കും. അത്രേ ചെയ്യാറുള്ളൂ. പ്രയറിന് ശേഷമാണ് വാക്കിങ്ങിന് പോകാറ്. ഇതിനു മുൻപ് തന്നെ നൈറ്റിലെ കുക്കിംഗ് കൂടെ ചെയ്തു വെക്കാറുണ്ട്. ഈ നൈറ്റിലെ കുക്കിങ്ങിനൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല. ചാനൽ വർക്കിന്റെ കൂടെ തന്നെയാണ് കുക്കിംഗ് എല്ലാം ചെയ്യാറ്. എന്തെങ്കിലും ഡിഷ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ ടൈം എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കുക്കിങ്ങും തീരും. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകാറുണ്ട്. നാട്ടിലേതുപോലെയല്ല ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. നാട്ടിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൈബേഴ്സ് എല്ലാം വരും. അതുപോലെ തന്നെ വീട്ടിലെ സിസ്റ്റം തന്നെ മാറ്റമായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റും മെറ്റാബോളിക് പ്രോബ്ലംസും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈവനിങ് പ്രയറിന്റെ മുൻപ് തന്നെ നൈറ്റിലോട്ടുള്ള ഫുഡ് എല്ലാം റെഡിയാക്കി വെക്കാറുണ്ട്. ഡിന്നറിന് വേണ്ടി കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. മീൻകറി ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കാറുണ്ട്. കുറച്ചധികം സമയം മീൻകറി ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ട്യൂണ ഉപയോഗിച്ചുള്ള ഒരു കറിയാണ്. കപ്പയും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണ്. കപ്പ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു കപ്പ പുഴുക്കാണ്. ഇതുണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ബനിയാസിലാണ്. വാക്കിങ്ങിന് പറ്റിയ എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. വലിയ റഷ് ഒന്നുമില്ല. ഈവനിങ്ങിന് വാക്കിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. കുളിയും പ്രയറും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡിന്നർ.
ഡിന്നർ ടൈമാണ്. നമ്മുടെ നല്ല ടേസ്റ്റ് ഉള്ള കപ്പയും മീൻകറിയാണിത്. നമുക്കിതിനെ വിളമ്പാം. ഇതിന് കൂടെ നല്ല ചൂടുള്ള ബ്ലാക്ക് ടീ ഉണ്ട്. ഏലക്കയെല്ലാം ചേർത്തുണ്ടാക്കിയ ബ്ലാക്ക് ടീ ആണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ കപ്പയുടെയും മീൻകറിയുടെയും കൂടെ. ഇനി പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്ത് വെക്കാം. ഇനി നാളേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ കസി വാട്ടറിന് വേണ്ടി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ നാളേക്ക് വേണ്ടിയുള്ള ഐറ്റംസിന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്യും. നാളേക്ക് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള മത്തൻ കറി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കടലക്കറി ഉണ്ട്. ഇനി അതിനുള്ള മെയിൻ ഡിഷ് റെഡിയാക്കിയാൽ മതി. കപ്പ പുഴുക്ക് തന്നെ കപ്പ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി തോരനൊന്നും വേറെ നാളേക്കിന് ഉണ്ടാക്കുന്നില്ല. ഇനി റൈസിനെ ഞാൻ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ പുഴുക്കലരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ സോക്ക് ചെയ്ത് വെക്കാം. എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി എല്ലാം തീർന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ 1-2 സമയത്തേക്ക് വേണ്ടി എങ്ങനെ ഹൈജീനിക്കായി സൂക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ദിവസത്തെ മുഴുവൻ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ എല്ലാ വർക്കിംഗ് ഡേയും ഇതുപോലെ ഇരിക്കും. ഹോളിഡേയ്സിലെ ഞങ്ങൾ അധികം ഔട്ടിങ്ങിന് പോകാറുള്ളൂ. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് പോകാറുള്ളൂ. ഇനി ഉറങ്ങാനുള്ള സമയമാണ്. അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.